നമ്മുടെ ഫോണിൽ വരുന്ന മെസ്സേജോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ന്യൂസോ ഫോൺ തന്നെ നമുക്ക് വായിച്ച് കേൾപ്പിച്ച് തരുന്ന മെനു എങ്ങനെയാണ് ഫോണിൽ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് അഡീഷണൽ സെറ്റിങ്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് അസംബ്ലിറ്റി എന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അസംബ്ലിറ്റി ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഒരു നേവിഗേഷൻ നമുക്ക് കൊടുക്കാനാണ്. അതിനുശേഷം ലൊക്കേഷൻ കൊടുക്കുക, അതിൽ തന്നെയുള്ള ലൊക്കേഷൻ കൊടുക്കുക. അതിനുശേഷം നേവിഗേഷൻ ബാറായിട്ട് വരും, ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു ബ്ലൂ ഐക്കൺ വരും. അതിനുശേഷം വിഷൻ എടുക്കുക. വിഷൻ എടുത്തതിന് ശേഷം സെലക്ട് ടു സ്പീക്ക് എടുക്കുക. അതിനുശേഷം അത് എനേബിൾ ചെയ്ത് വെക്കുക, അലോ കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുത്തതിന് ശേഷം എല്ലാം ക്ലോസ് ചെയ്ത് ബാക്ക് വരിക. അതിനുശേഷം നിങ്ങൾ ഗൂഗിളിൽ ഒരു വാർത്ത സെർച്ച് ചെയ്യുക. ഒരു മലയാളമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ മലയാളം സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഗൂഗിളിനകത്ത് എന്തെങ്കിലും ഒരു വാർത്ത സെർച്ച് ചെയ്യുകയാണെന്ന് വെച്ചോ. ഇപ്പം മലയാളം ബ്ലോഗ് മോഹൻലാൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ന്യൂസ് വരും. അപ്പോൾ അതിലേതെങ്കിലും നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കുക, ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു ഐക്കൺ കാണുന്നുണ്ടല്ലോ, അത് ഓർത്ത് വെക്കുക. ഇപ്പം നമുക്ക് ഈ ഒരു വാർത്ത നമുക്ക് വായിച്ച് കേൾക്കണം. അതിന് വേണ്ടിയിട്ട് ആ ലാസ്റ്റ് മെനുവിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വായിച്ച് കേൾക്കേണ്ട പാരഗ്രാഫ് ഫിംഗർ കൊണ്ട് ഡ്രാഗ് ചെയ്ത് തിരുവനന്തപുരം ആ ബോക്സിനകത്താക്കുക. ചോദ്യത്തിന് അതിനുശേഷം മുകളിൽ വിരാമമായി. കാണുന്ന കഴിഞ്ഞ 2 ചുവന്ന മാസമായി ബട്ടണിൽ നടൻ പ്രസ് മോഹൻലാൽ ചെയ്യുക. ബ്ലോഗ് എഴുതുന്നില്ല എന്നത് സോഷ്യൽ മീഡിയകളിൽ വൻ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ എല്ലാത്തിനുമുള്ള മറുപടിയുമായി മോഹൻലാൽ ബ്ലോഗിൽ പ്രത്യക്ഷപ്പെട്ടു. എല്ലാ മാസവും 21-നാണ് മോഹൻലാലിന്റെ ബ്ലോഗ് പുറത്ത് വരാറുള്ളത്. ഇതുപോലെ വായിച്ച് കേൾക്കേണ്ട പാരഗ്രാഫ് ഇതുപോലെ ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് വായിച്ച് കേൾക്കുന്നതായിരിക്കും.